ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലൈഫ് ഓൺ ദ ഈറ്റ്സ്. ഓക്കെ, നമ്മുടെ സാധാ പോലെ അല്ല കേട്ടോ. ഇന്ന് നമ്മുടെ ക്ലാസ് ഇച്ചിരി കയറ്റി പിടിക്കുക. ഇനിയുള്ള കുറച്ച് വ്ളോഗ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് ഇച്ചിരി ക്വാളിറ്റി കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജേണിയിലാണ്. നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് പോവാം കേട്ടോ. എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ടുണീഷ്യയിലോട്ട് പോവാം കേട്ടോ. എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ISA എന്നൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനാണ്. അവർ വഴി കിട്ടിയിരുന്ന ഇൻറ്റേൺഷിപ്പാണ്. സോ യാ, വിഷ് മീ ലക്ക് ഓൺ ദ ജേർണി, ഗുഡ് ലക്ക് ഓൺ ദ ജേർണി. ആൻഡ് കറക്റ്റ് ഇവിടെ തന്നെ ഒരു കുരു കിട്ടിയതാണോ പോകേണ്ട എന്ന് തന്നെ. നമ്മിങ്ങനെ കുളിച്ച് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായി വന്ന് നോക്കുമ്പോൾ ഒരു കുരു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഓക്കെ, we going to Tunisia baby. Okay. അപ്പോൾ നമ്മൾ നമ്മുടെ ജേർണിത്തെ ഫസ്റ്റ് ഇത് കയറുക കേട്ടോ. നമ്മൾ ദുബായിലോട്ടുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് കൊച്ചി ടു ദുബായ് ടു ടുണീസാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് ബോർഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വിളിച്ച്. ഹലോ, അപ്പോൾ നമ്മളിത് ദുബായ് എയർപോർട്ടിലെത്തി കേട്ടോ. കണക്ഷൻ ഫ്ലൈറ്റാണ് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ദുബായിലെത്തി. ഇനി ഇവിടുന്ന് ദുബായ് ടു ടുണിസാണ് അടുത്തത്. ഫ്ലൈറ്റ് 6:45 എത്തേണ്ടതായിരുന്നു. സമയം ഇപ്പോൾ ഓൾറെഡി 7:45 7:15. ഇച്ചിരി ലേറ്റാണ്. 7:20 ക്ലോസ് ആയി. വേറെ കണക്ഷൻ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ ഓടുവാണ് ഇവിടുന്ന്. അവർ വന്നിട്ട് പെട്ടെന്ന് വാ എന്നൊരു അവനും കൂട്ടിക്കൊണ്ട് പോയി. എനിക്ക് ഭാഗ്യത്തിന് ഒരു 1 hour ലേ ഓവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ക്ലോസ് ടു 1 hour ലേ ഓവർ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നോക്കാം. ഞാനിപ്പോൾ ഇത് അടുത്ത ബോർഡിങ് പാസ്സൊക്കെ ആയിട്ട് അടുത്ത എൻ്റെ ഫ്ലൈറ്റ് EK747 ആണ്. എൻ്റെ ഗേറ്റൊക്കെ നമുക്കിനി തപ്പണം. നോക്കാം, നമുക്ക് പരീക്ഷ പോയി നോക്കാം. ഇപ്പോൾ നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇതാണ്. EK747 ടുണീസ് C7 ആണ് ഗേറ്റ്. അതെ, നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ടുണീസിയയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. യാത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ, നമ്മൾ എക്സൈറ്റഡ് ഉണ്ടാവും. അതിന് വേറെ ടെൻഷൻ ഉണ്ട്. ഇവിടെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന ആളെത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല നമുക്ക്. അപ്പോൾ നോക്കാം. എയർപോർട്ട് മറ്റുള്ള എയർപോർട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എയർപോർട്ടാണ്. പിന്നെ കൺട്രി ചെറുതാണ് അവരുടെ. ലൈക്ക് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചായിരുന്നു. ലൈക്ക് ചെയ്ത അത് എൻറ്റയർ കൺട്രി, ബട്ട് മോസ്റ്റ് ഓഫ് ദ കൺട്രി പ്ലെയിനിൽ നിന്ന് തന്നെ. ഇമിഗ്രേഷൻ ഉണ്ട്, പെട്ടി കളക്ട് ചെയ്യണം, പിന്നെ മറ്റാളെ തപ്പണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ എത്തി കേട്ടോ. ഞാൻ എത്തി. ജസ്റ്റ് പുറത്തേക്ക് വന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നു. ആളിയ എത്തി. ആൻഡ് ലെറ്റ്സ് മീറ്റ് ദ പീപ്പിൾ ഹു ഹാവ് കം ടു ഗ്രീറ്റ് മീ ഹിയർ. ഗൈസ്, can you say hi? Hi. Can you please introduce yourself? Hi, so welcome. I'm Aziz. Welcome to Tunisia. I'm Aziz, and this is Dora. Thanks so much for picking me up, guys. Yeah, no problem. So let's continue our journey. I mean, actually begin the journey. See you guys. സഞ്ചാരത്തിൻ്റെ ഒരു വൈപ്പ് പിടിച്ചാലോ. ഞാൻ ഇവരുടെ ഒപ്പം പെട്ടിയും മുന്തിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇതാ, വണ്ടികളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ സിഗരറ്റ് വലിക്കുന്ന കാണാം. അവിടെ ഒരു ചേട്ടൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന കാണാം. സ്ഥലങ്ങൾ കണ്ടുവരുന്നുള്ളൂ. അയ്യോ ചേട്ടാ, വണ്ടി ഇടിക്കില്ലേ, ഇന്നെത്തിയുള്ളൂ. ഓക്കെ, അവിടെ എത്തി. നമ്പർ പ്ലേറ്റ് പ്രത്യേകത ഉണ്ട്. ഓക്കെ, For the collective taxi, it's 1 dinar 700 minutes. അപ്പോൾ ഹലോ, നമ്മളപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തി. അവർ ഇതാട്ടോ ചാവി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് കയറി ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. നമുക്കൊന്ന് ഒരുമിച്ച് പോയി കാണാം. 3ാമത്തെ ഫ്ലോർ. കയറി പോകണം. പറഞ്ഞത് ആള് വരുന്നതാണ് എൻ്റെ ഇവിടേക്ക്. ഫാനില്ല.
ഇച്ചിരി സീനാണ്. 2 ബെഡുണ്ട്, സോക്കറ്റ് ഉണ്ട്. ഇത് റൗണ്ട് പിന്നാണ്, യൂറോപ്പിൻ്റെ ഇല്ല എൻ്റെ കയ്യിൽ. ഇപ്പുറത്തോട്ടും വേറെ റൂമുകളൊക്കെ ഉണ്ട്. വേണ്ടില്ലേ, ആണ് സംഭവം വരുന്നത്. നമുക്ക് വാഷ്റൂം എങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. കുളിക്കാൻ ചെപ്പൊക്കെ ഇവിടെ നിർത്താം. മാസം എവിടെയായിരിക്കും? കിച്ചണിലൊക്കെ എന്തുണ്ടോ നോക്കാം. ഒരു പ്രാവുണ്ട്, പ്രാവ് കമ്പനി. സെറ്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഒരു ഷവറൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസമാണ് രാവിലെയാണ് എണീക്കണത്. അതായത് ഞാൻ ഏകദേശം ഒരു 13-14 മണിക്കൂർ ഉറങ്ങി. ടുണീഷ്യത്തെ ഫസ്റ്റ് മോർണിംഗ് ആട്ടോ ഇത്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറയാം. ഇന്നലെ ഞാൻ വന്നു ഇവിടെ തന്നെ ഒന്ന് കിടന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഡേ ആയിട്ട് കൂട്ടുന്നില്ല. സോയാ നമുക്ക് ഞാനിപ്പോൾ ടുണീഷ്യയുടെ ഇവിടെ സമയം ഇപ്പോൾ 6:45 ഒന്ന് ചെക്കൗട്ട് ചെയ്യുമായിരുന്നു. ബാൽക്കണി ഉണ്ട് കേട്ടോ. തണുപ്പ. ടെമ്പറേച്ചർ 20 കാണിക്കണേ. ഡേ ടൈം ഒരു 40 വരെ പോവാം. നൈറ്റ് ടൈംസ് 18 ആയിരിക്കും. റൂമിൽ അതാണ്ട് AC ഫാൻ ഒന്നുമില്ല. ഞാൻ വിളിച്ചു ഈ ചൂടത്ത് എങ്ങനെയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പകൽ സമയത്ത് റൂമിലിരിക്കാൻ വെച്ച് പണിയായിരിക്കും. നമുക്ക് നോക്കാം. ഇന്നലെ വന്നു, ജെറ്റ് ലാഗൊക്കെ ആയിരുന്നു തോന്നുന്നു, കയറി കിടന്നു. ഇന്ന് രാവിലെ എണീക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കാരണം ചെറിയൊരു വിശപ്പുണ്ട്. നമുക്കൊന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഇവർ കഴിക്കണേന്നൊക്കെ നോക്കി ഗൂഗിളൊക്കെ നോക്കിയിട്ട് നമുക്ക് തപ്പാം. കടകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8 മണിയായിരിക്കും തുറക്കുമ്പോൾ. 6:45 ഫുൾ വെളിച്ചമായി കേട്ടോ, ഫുൾ വെളിച്ചമായി. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഭയങ്കര സണ്ണിയായിരുന്നു. ഇന്നിപ്പോൾ അത്ര സണ്ണിയൊന്നുമല്ല. നമുക്ക് ഞാൻ ഇച്ചിരി ബെഡൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് ആലോചിക്കുമായിരുന്നു, കുറച്ചും കൂടി ഒന്ന് കസ്റ്റമൈസ് പോലെ. ഓക്കെ, സിയോ. ഇന്ന് ഒരാൾ വരുന്നുണ്ട്, കമ്പനി ഒരാൾ വരുന്നുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓക്കെ. നമ്മൾ ഇന്നിപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല വെയിലുണ്ട്. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ഉള്ള ഫുഡ് വാങ്ങണം. ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും റൂമിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. വെള്ളക്കുപ്പിയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. മീൻ കുപ്പിയുണ്ട്, പക്ഷെ വെള്ളമില്ല. അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വാങ്ങിക്കണം, തിരിച്ചു പോകണം. യെസ്, അതാണ് ഉദ്ദേശം. തൊട്ടടുത്ത് തന്നെയുള്ള കടയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരുപാട് ദൂരത്തോട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്താ എല്ലായിടത്തും പൂച്ചയുണ്ട് കേട്ടോ, പൂച്ച. നമ്മുടെ ഒപ്പം വരുന്നുണ്ടല്ലോ. വാടാ. അവിടെ ഒരു ഫാർമസി ഉണ്ട്, ലിക്കുലിസ് എഴുതിയുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉള്ളത് നന്നായി. റേറ്റിയും ഉണ്ട്. പിന്നെ നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, എപ്പോഴും ക്രോസ് ചെയ്യാം. പക്ക നമ്മുടെ നാട് പോലെ തന്നെ. നമ്മുടെ തൊട്ട് ബാക്കിലടുത്ത് കഫേ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ടുണീഷ്യയുടെ തെരുവിലൂടെ നടക്കുകയാണ് ഗൈസ്, ഒരു കട അന്വേഷിച്ച്. ഓക്കെ,
തപ്പി തപ്പി ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒരു ചെരുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പറ്റില്ല. ഇവിടെ നിന്ന് 2 ദിവസം സാധനങ്ങൾ വാങ്ങിച്ച് ഇറങ്ങിയിട്ടോ. ഞാൻ റൂമിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എത്രയായി ഓരോന്നിനും, എന്താ വാങ്ങിയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് പുള്ളി എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഷോപ്പിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എത്ര നേരം തപ്പിയിട്ട് കിട്ടിയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അല്ലാതെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിലും ചെറിയ ചെറിയ കുറേ കടകളുണ്ട്. വെച്ച് ഫുൾ കടകളാണ്. നമ്മളിങ്ങനെ നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ കൂടുതൽ നടക്കണം എന്നായിരുന്നു. ഞാനിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നത്. സാധനങ്ങളുണ്ട്, എന്നാലും അങ്ങനെ വലിയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിന്ന് വൈകുന്നേരം ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് കാര്യം പറയാൻ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്താണെന്നൊക്കെ പറയാൻ പറഞ്ഞേ. ഞാനൊരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വന്നതാണ്. ഒരു എൻ്റെ കോളേജിൽ IS എന്നൊരു സംഭവമുണ്ട്. കോളേജ് മാത്രമല്ല, അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. അവർ ഈ സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യും. അതായത് നമ്മുടെ വിസ ടിക്കറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും അപ്ലൈ ചെയ്യണതിനും അവർ കുറച്ച് കമ്പനീസ് ഉണ്ട് ഇതിന് അഫിലിയേറ്റഡ് ആയിട്ടുള്ള. ആ കമ്പനീസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ജോലി കിട്ടും, അതിൻ്റെ ഓഫർ കിട്ടുമ്പോൾ. അത് എൻ്റെ MITയിൽ ഒരു സെൻറ്റർ ഉണ്ട്. അത് MIT സ്റ്റുഡൻസ് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ചിലത് മെമ്പേഴ്സ് ഓൺലിയാണ്, IS മെമ്പേഴ്സ് ഓൺലിയാണ്. അല്ലാത്തത് അല്ലാതെയും അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ വന്നുമ്പോൾ IS ടുണീഷ്യ ഉള്ള മെമ്പേഴ്സ് എന്നെ വെൽക്കം ചെയ്യും. അവരെൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇന്നലെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനും സിം ആയാലും എല്ലാത്തിനും ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും എന്നെ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് ആയിട്ട് വന്നതാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു ഓൾമോസ്റ്റ് 6 months മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആപ്ലിക്കേഷനും പല റൗണ്ട് ഉണ്ട്. നാഷണൽ റൗണ്ട് ഉണ്ട്, ഇൻ്റർനാഷണൽ റൗണ്ട് ഉണ്ട്. ചിലപ്പോൾ ഇൻ്റർവ്യൂ വരെ ഉണ്ടാവാം നമ്മളെ സെലക്ട് ചെയ്യണമെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് ആവണം. അതും സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ സെലക്ട് ആവണം. അപ്പോൾ അങ്ങനെ ബേസിക്കലി IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ വേൾഡ് വൈഡ് ഉണ്ട് കേട്ടോ. പല കൺട്രീസ്, നമ്മുടെ ഇന്ത്യയിലുണ്ട്, അങ്ങനെ പല കൺട്രീസിലുണ്ട് ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സ് ഒന്നിലേ ആവാം, അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്നൊരു സമയമുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ടായില്ല. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം പോളണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതും വ്ളോഗ് ചെയ്യായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, വ്ളോഗ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. നോക്കാം എന്താണെന്ന് നോക്കാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എന്താണ് ഏതാണെന്ന്. ഞാൻ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. IS എങ്ങനെയാണ്, ഒരാൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യണത്, ഈ ഓഫർ കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടോ. എല്ലായിടത്തും പൂച്ചകളാണ്. എന്തോരം പൂച്ചയാണ്, 4-5 കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കേട്ടോ. ഫുൾ കടകളാട്ടോ. ആൾക്കാർ ഇതിനെ നോക്കുകയാണ്. പക്ഷെ ഒരുപാട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റാർസ് വരുന്നില്ല. എന്നാലും ഐ ക്യാൻ ഫൈൻഡ് സം പീപ്പിൾ ലുക്കിംഗ് അറ്റ് മീ, ലൈക്ക് സ്റ്റാരിങ് അറ്റ് മീ വെൻ ഐ എം വാക്കിംഗ്. ഇവിടെ ഞാനിപ്പോൾ നടന്നിട്ട് ഇതുവരെ ഒരു ഇന്ത്യൻ ഞാൻ കണ്ടിട്ടില്ല. നോക്കാം. Yeah. Okay. Oh, is it like I choose what I want and then you mix it together? Is it like that? Oh, okay. But he put everything. Okay, that's fine. Có đợi đi. Có thành
അപ്പോൾ നമ്മളൊരു അത് വാങ്ങിച്ച് നടക്കും കേട്ടോ. അവിടെ നിൽക്കുന്ന സമയം വെയിറ്റിംഗ് സമയം പൂച്ചയുടെ എൻ്റെ കാലിൽ കളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഫുൾ പൂച്ചകളെന്ന് പറഞ്ഞില്ലേ. പിന്നെ 2 ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉള്ളിലേക്കണം. അടുത്ത് പറഞ്ഞു ഫുൾ പൂച്ചകളാണ്. ഞാൻ ഫുഡ് കിട്ടി. ഇതിന് 3 ദിനാറായിട്ടോ. TNT 3 TNT. എനിക്ക് തോന്നുന്നു 3x26 തോന്നുന്നു. 3x18 78 രൂപ ഇതിന്. അത് ചീപ്പാണ് അല്ലേ? അത് ആക്ച്വലി നല്ല ചീപ്പാട്ടോ. കൊള്ളാം. 28 രൂപയ്ക്ക് ഫുഡ് കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇത് കഴിച്ചുകൊണ്ട് പുറത്ത് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. ഓരോ കൺട്രി ഓരോ കൾച്ചറല്ലേ. അപ്പം നമ്മൾ നടന്ന് റൂമെത്തി. എൻ്റെ പൊന്നെ ഇതെങ്ങനെയാണ് തുറക്കണേന്ന്. തപ്പിക്കൊണ്ടിരിക്കട്ടെ എന്താ തുറക്കുന്നത്. പൊന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഡോറ് വന്നിട്ട് എത്ര തുറക്കാൻ നോക്കിയിട്ട് തുറക്കണില്ല. സാധനം അൺലോക്ക് ചെയ്തിട്ട് മുന്തിയിട്ടൊന്നും തുറക്കണില്ല. പക്ഷേ ഇത് എന്ത് കൊണ്ടാരോ തുറക്കാത്ത എന്താന്ന് നോക്കൊണ്ടിരിക്കുക. അപ്പോൾ വേഗം ഞാൻ വിചാരിച്ചേ ഇനി ഇതന്നെ അല്ലേ എൻ്റെ ഫ്ലോറിന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മുകളിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. എന്നിട്ട് താഴ്ത്തോട്ട് വന്നപ്പോഴത്തേക്കും ഒരു നൈജീരിയൻ ആളും കണ്ടാണെന്ന് തോന്നുന്നു. ഇച്ചിരി ബ്ലാക്കാണ് പുള്ളി. ഒരു വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണേ. ഞാൻ വെച്ച് പണ്ടാരട ഞാൻ കിളി പോയി. ഞാൻ എന്ത് സീനാണ് പോകുന്നത് വെച്ച് എന്നെ കണ്ടപ്പോൾ അവർ ഒന്ന് അടിച്ചു. ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞ എനിക്ക് തോന്നുന്നു പുള്ളി വേറെ ആരോ കള്ളന്മാരാണെന്ന് അറിയാൻ വേണ്ടി പുള്ളി ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ പുള്ളി ഓക്കെ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വാട്ട് ഹാപ്പൻ എന്തോ ചോദിച്ചു. വേറെ ഭാഷയിലാണ് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ കുഡന്റ് ഓപ്പൺ ദ ഡോർ. ചാവി കാണിച്ചു. അപ്പോൾ പുള്ളി ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പുള്ളി ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു 6 എന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ താങ്ക് യു പറഞ്ഞ് വിട്ടു. എൻ്റെ അളിയ ഒരു നിമിഷത്തിൽ എൻ്റെ കിളി പോയി അങ്ങ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിയ എത്ര രൂപയൊക്കെ ആയി എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 2 വലിയ വെള്ളക്കുപ്പി വാങ്ങി. ഇവിടെ വെള്ളമില്ല, നമുക്കത് വാങ്ങിച്ച് തന്നെ ചെയ്യണം. എൻ്റെ പൊന്നെ എനിക്ക് വിശന്നിട്ട് ചെയ്യാം. പിന്നെ ഇത് വാങ്ങി. നമുക്ക് ഇത് IS തന്നൊരു ടോട്ട് ബാഗ് ആട്ടോ. ഇവിടുത്തെ ട്യൂണീഷ്യ ഇന്നലെ വെൽക്കം ചെയ്യാൻ വന്ന ആൾക്കാരല്ലേ, ഇത് അവർ തന്നൊരു ബാഗാണ്. നല്ലൊരു ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു ബാഗാണ്. കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് വരാനൊക്കെ. അപ്പോൾ അത് നമുക്ക് ഇരുന്ന് കഴിക്കാം. വെറുതെ കട്ടിൽ മെസ്സിയാക്കണ്ടെന്ന് വെച്ചു. എൻ്റെ മുഖം കാണാനുള്ള ദൂരെ വയ്ക്കാം. ഇത്ര വിശന്നിരുന്നിട്ടാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നുമില്ല, ചപ്പാത്തി ഒന്ന് ചിക്കൻ സലാമിയൊക്കെ ഫിൽ ചെയ്തിട്ട് so hungry. I was so hungry. This is my breakfast, maybe brunch. And this entire thing only cost around 3 dinars, which is close to 80 rupees. ഇപ്പോൾ 80 rupees ഉള്ളൂ ഇത്രയും സാധനത്തിന്. ഒരു വെള്ളക്കുപ്പി വാങ്ങി നമ്മൾ, ഒന്നല്ല 2 വെള്ളക്കുപ്പി വാങ്ങി. ഇവിടെ വെള്ളമില്ല. എന്തൊരാശ്വാസം. ഉപ്പിലിട്ട് എന്തോ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുണ്ടോ ഫില്ലിങ്സ്. ഇത് മൊത്തം 80 രൂപയുള്ളൂ മൊത്തം. ഓക്കെ, വേറെ എന്തൊക്കെയാണ് വാങ്ങുന്നത് കാണിച്ചു തരാം. ഇത് വാങ്ങി, ഒരു കേക്ക് വാങ്ങി, ഒരു ചോക്ലേറ്റിൻ്റെ ഇത് വാങ്ങി, ഒരു ജ്യൂസ് വാങ്ങി. ബാക്കി രാത്രി നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ വെച്ചു.
ഇതെല്ലാം കൂടി ആയത് എത്രയാണെന്നറിയോ? 3.880. ഈ 3 സാധനങ്ങൾ, കുക്കി അല്ല കേക്ക്, ചെറിയ ജ്യൂസ്, കുറച്ച് മിഠായി. ഞാൻ വിചാരിച്ചു ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 3.880 എന്ന് പറയുമ്പോൾ ഫുഡിനൊക്കെ ഭയങ്കര വില ഉണ്ടാവില്ലേ. എന്നിട്ട് ഇത് 3, ഇതിനേക്കാളും കുറവ്. ഇത് സൂപ്പറാണ്. എനിക്ക് വിഷം തിന്നിട്ടാണെന്നറിയില്ല, സൂപ്പറായിട്ട് കാണും. ഇതെന്ന് പറയുമ്പോൾ 3.880 നമുക്ക് ക്ലോസ് ടു ഇതന്നെ റേറ്റ് തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന വീഡിയോ. ഇനി ഇങ്ങനത്തെ ഒരു ഡെയിലി വ്ളോഗ് പോലെയൊക്കെ എടുക്കാൻ നോക്കും. മിക്കവാറും എല്ലാം ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യാന്നുള്ള രീതിയിൽ. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാം മന്തും അപ്ലോഡ് ചെയ്യുന്ന എല്ലാം ഡേ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ട്യൂണീസിൽ എല്ലാം ദിവസം എനിക്കപ്പോൾ ഡോക്യുമെൻ്റ് ചെയ്ത് പോകാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ സ്റ്റേയിങ് ടു ദ എൻഡ്. ആൻഡ് ഐ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ലൈഫ് വണ്ടർ ഈറ്റ്സ്. ബൈ ബൈ.